ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആണിത്. ഞങ്ങൾ പോയത് തിരുവണ്ണാമല എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേസിലാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ ഞങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യം പോണത്. എല്ലാ പ്രശ്നങ്ങളും ഉറൂസിനാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരുത്തത് ഇവിടെ ഒരു ചെറിയ പിള്ളേരുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കളിക്കും. പടക്കമൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നു. കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഫുൾ ഡെക്കറേഷൻസ് ആയാലും എല്ലാം. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഇതേ കവാലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കവാലി നൈറ്റൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. ആ ടൈമിലാണ് ഈ ഒരു സംഭവം കണ്ടത്. തമിഴ്നാട് സ്പെഷ്യൽ പ്രോഗ്രാമാണ്, കൂടിയാട്ടം അങ്ങനെ എന്തൊരു പേരാണ് പറഞ്ഞത്. എനിക്കറിയാൻ പാടില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കാണാനായിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാനും നിദാനയും കൂടെ കുറച്ച് നേരം പരിപാടിയൊക്കെ ഇരുന്ന് കണ്ടു. നേരെ പോയി കിടന്നുറങ്ങി. കാരണം ഞങ്ങൾക്ക് 6 മണിക്ക് രാവിലെ എണീക്കണം. രാത്രി 2 മണിക്കാണ് ഞങ്ങൾ ഈ കൂടിയാട്ടമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാവിലെ 6 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ എണീച്ച് റെഡിയായി കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെ ഇഷ്ടപ്പെട്ടത് അവരുടെ ഫുഡാണ്. മെയിനായിട്ട് ഇഡ്ഡലി, ദോശ അങ്ങനെയുള്ള സംഭവം. അതുപോലെ തന്നെ അവരുടെ ആ ഒരു നമുക്ക് തരണ ഫുഡ് അത്രയും ഒരു എന്താ പറയുക, ഭയങ്കര ക്ലീനായിട്ടാണ് അവർ നമുക്ക് കൊണ്ടുവന്ന് തന്നെ. അതുപോലെ തന്നെ അവിടെ എല്ലാ വീടുകളുടെയും കടകളുടെയൊക്കെ ഫ്രണ്ടിൽ ഇതേപോലെ വരച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു പോസിറ്റീവ് വൈബായിരുന്നു നമുക്ക് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വണ്ടി വന്നു. അങ്ങനെ വണ്ടിയിൽ കയറി ഞങ്ങൾ നേരെ ഞങ്ങളുടെ ആ പ്ലേസിലോട്ട്. അങ്ങനെ രാവിലെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് അന്ന് നെയ്ച്ചോറായിരുന്നു, ബിരിയാണി ആയിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈവനിങ് ആയി. എനിക്ക് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഫുള്ള് ടയേർഡായിരുന്നു, വെയിലുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോസാണ് ഞാൻ പരമാവധി വീഡിയോസ്. ആ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റെഡി ആവാൻ വേണ്ടിയിട്ട് പോയി. കാരണം ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് പോകുവാണ്. അതിന് മുന്നേ ഞങ്ങൾക്ക് കുളം കാണാൻ പോകുന്നുണ്ടായിരുന്നു. അവിടെ തൊട്ടടുത്തൊരു കുളം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കാണാൻ പോയി. കുറച്ച് നടക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി റെഡിയായി. കാരണം ഇപ്പം തന്നെ ഞങ്ങൾ റെഡിയായി. 2 ദിവസം എങ്ങനെ കഴിഞ്ഞു പോയെന്ന് അറിയാൻ പാടില്ല, പെട്ടെന്ന് തീർന്നുപോയി. ശരിക്കും പറഞ്ഞാൽ നല്ല സങ്കടം ഉണ്ട് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. പക്ഷേ പോയേ പറ്റും, നമുക്ക് അവിടെ എല്ലാ ദിവസവും താമസിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും നേരെ ബസ്സിൽ കയറി. ഞങ്ങളുടെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബൈ.